ടെക്നയുടെ ഈ വീഡിയോ ഗോ അല്ലെങ്കിൽ ഗോലാങ് എന്ന ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചുള്ളതാണ്. ഗോ ഗൂഗിൾ ഡെവലപ്പർ ടീം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്. 2019 സ്റ്റാർട്ട് ചെയ്ത ഗോ പ്രൊജക്റ്റ് 2011 സ്റ്റേബിൾ വേർഷൻ ഗൂഗിൾ റിലീസ് ചെയ്തു. ഗോ ഒരു സ്ട്രോങ്ലി ആൻഡ് സ്റ്റാറ്റിക്കലി ടൈപ്ഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഗോ ലാംഗ്വേജിൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് വളരെ ഈസിയാണ്. അതുപോലെ ഗോ വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും സാധിക്കും. ഗോ കോഡുകൾ കൂടുതലായും സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി വളരെ സാമ്യമുണ്ട്. എന്നാൽ ഗോ ജനറേറ്റ് ചെയ്യുന്ന ബൈനറി എക്സിക്യൂട്ടബിളിൽ മെമ്മറി മാനേജ്മെൻറ്റ് ആൻഡ് ഗാർബേജ് കളക്ഷൻ ബിൽറ്റ് ആണ്. സിയിൽ പക്ഷേ ഗാർബേജ് കളക്ഷൻ ഒരു ഡെവലപ്പർ റെസ്പോൺസിബിലിറ്റിയാണ്. ഗോയുടെ കമാൻഡ് ലൈൻ ടൂൾ സപ്പോർട്ട് വളരെ മികച്ചതാണ്. നമസ്കാരം, ഞാൻ അമൽദേവ് മഹാദേവൻ. ടെക്നയുടെ ഗോലാങ് ഇൻട്രൊഡക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനിഷ്യലി ഗോ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഗോ ഉപയോഗിച്ച് ഗുയി അല്ലെങ്കിൽ GUI ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ് വളരെ എളുപ്പത്തിൽ ചെയ്യാനാകും. ഇത് ഗോലാങ്ങിൻ്റെ ഗുയി ഫ്രെയിംവർക്കായ വെയിൽസ് ആണ്. വെയിൽസ് പോപ്പുലർ ജാവാസ്ക്രിപ്റ്റ് ഫ്രെയിംവർക്കുകളായ റിയാക്ട്, ആംഗുലർ, വ്യൂ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് വെബ് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രെയിംവർക്കാണ്. ഗോ എക്സിക്യൂട്ടബിൾ ബാക്ക് എൻഡ് ഹാൻഡിൽ ചെയ്യും. വെയിൽസിൻ്റെ ഔട്ട്പുട്ട് ഒരു സിംഗിൾ ബൈനറി എക്സിക്യൂട്ടബിൾ ആയിരിക്കും. റിയാക്ട് അല്ലെങ്കിൽ ആംഗുലർ അല്ലെങ്കിൽ വ്യൂ ഇതിലേതെങ്കിലും ഒന്ന് ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യാം. പിന്നെ വെബ് സർവീസിൻ്റെ സഹായത്തോടുകൂടി ഗോ ബാക്ക് എൻഡ് യൂസ് ചെയ്ത് ഇതിനെ കമ്പൈൽ ചെയ്ത് ഒരു സിംഗിൾ ആപ്ലിക്കേഷനായി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ജിൻ എന്ന് പറയുന്ന വെബ് ഫ്രെയിംവർക്കാണ്. ഇത് ഗോ ലാംഗ്വേജിൽ വളരെ പോപ്പുലറായ MEC ആർക്കിടെക്ചറിൽ ഉള്ള ഒരു ഫ്രെയിംവർക്കാണ്. ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. മിഡിൽ വെയർ കൺസെപ്റ്റ്, ബിൽറ്റ് ഇൻ ഫോം വാലിഡേഷൻ, അങ്ങനെ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇനി നമുക്ക് ഗോ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി ഗോ വെബ്സൈറ്റിൽ നിന്നും നിങ്ങളുടെ മെഷീൻ സപ്പോർട്ട് ചെയ്യുന്ന എക്സിക്യൂട്ടബിൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ മെഷീൻ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആണ്, വിൻഡോസ് 10 ആണ്. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഗോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും അത് ഇൻസ്റ്റാൾ ആകുന്നത് ഡിഫോൾട്ട് ഇൻസ്റ്റലേഷൻ C ഡ്രൈവിലാണ്. ഇതിലൊരു ഗോ ഫോൾഡർ കാണാൻ സാധിക്കും. ഈ ഗോ ഫോൾഡറാണ് ഡിഫോൾട്ട് ഇൻസ്റ്റലേഷൻ ഫോൾഡർ. ഇതിൽ SRC ഫോൾഡറിലാണ് ഗോയുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറി പാക്കേജുകൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഗോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡൗൺലോഡ് ആകുന്ന പാക്കേജുകളാണ്. ബിൻ ഫോൾഡറിലാണ് ഗോയുടെ കമ്പൈലർ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻവയറോൺമെൻറ്റ് പാത്ത് വേരിയബിളിൽ ഗോ ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഗോയുടെ ബിൻ ഫോൾഡർ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഗോ ഇൻസ്റ്റലേഷൻ വെരിഫൈ ചെയ്യാനായി കമാൻഡ് ലൈൻ ഓപ്പൺ ചെയ്ത് ഗോ വേർഷൻ റൺ ചെയ്യുക. ഗോയുടെ എൻ്റെ സിസ്റ്റത്തിലുള്ള ഗോയുടെ വേർഷൻ 1.14 ആണ്. ലേറ്റസ്റ്റ് ആണ് 1.14.3 ആണ് ലേറ്റസ്റ്റ് ഉള്ളത്. വിൻഡോസ് AMD 64 ആർക്കിടെക്ചറാണ് എൻ്റെ സിസ്റ്റം. ഗോ ഹെൽപ്പ് കമാൻഡ് ഗോ CLI യൂസ് ചെയ്യാവുന്ന കമാൻഡുകൾ ഡിസ്പ്ലേ ചെയ്യും. ഇതിൽ ഗോ ബിൽഡ് കമാൻഡ് നമ്മുടെ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാനുള്ള കമാൻഡാണ്. ഇത് ബിൽഡ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഒരു മെയിൻ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ EXE ഫയൽ നമ്മുടെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറിയിലേക്ക് ഇൻസ്റ്റാൾ ആവും. അതല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടബിൾ വേർഷൻ കമ്പൈൽ ചെയ്ത് അതിൻ്റെ ഒബ്ജക്റ്റ് കോഡ്
ക്യാഷയിൽ കീപ്പ് ചെയ്യും. ഒരു പാക്കേജാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ബൈനറി വേർഷൻ ക്യാഷയിൽ കീപ്പ് ചെയ്യും. env കമാൻഡ് നമ്മുടെ കറണ്ട് എൻവയറോൺമെൻറ്റ് സെറ്റിങ്സ് ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ളതാണ്. ഗെറ്റ് കമാൻഡ് നമ്മുടെ ഒരു പാക്കേജ് മാനേജറാണ്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സ്റ്റേണൽ പാക്കേജുകളെ ആഡ് ചെയ്യുന്നത് ഗോ ഗെറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ്. ഇൻസ്റ്റാൾ കമാൻഡ് നമ്മുടെ ആപ്ലിക്കേഷൻ കമ്പൈൽ ചെയ്ത് ഗോ എൻവയറോൺമെൻറ്റ് വേരിയബിൾ ആയ ഗോബിനിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബിൻ ഫോൾഡറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യും. മോഡ് കമാൻഡ് നമ്മുടെ ആപ്ലിക്കേഷൻ മൊഡ്യൂൾ മാനേജ് ചെയ്യാനുള്ള CLI ടൂളാണ്. മോഡ് ഇനിറ്റ് എന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ സെറ്റിംഗ് ഫയലായ go.mod ഫയൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആപ്പ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇതെല്ലാം സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറച്ച് കമാൻഡുകളാണ്. ഇനി നമുക്ക് ഗോ എൻവയറോൺമെൻറ്റ് റൺ ചെയ്ത് എൻവയറോൺമെൻറ്റ് സെറ്റിങ്സ് നോക്കാം. ഇതിലാദ്യമേയുള്ള ഗോ മൊഡ്യൂൾ ഓണാണെങ്കിൽ ഈ ഫ്ലാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓണാണെങ്കിൽ മാത്രമേ ഗോ മോഡ് ഇനിഷ്യലൈസേഷൻ വർക്കാവുകയുള്ളൂ. അതുകൂടാതെ ഗോ മോഡ് ഓണാണെങ്കിൽ നമ്മുടെ ഗോ ഗെറ്റ് കമാൻഡ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്ന തേർഡ് പാർട്ടി പാക്കേജുകൾ ഗ്ലോബൽ ഇൻസ്റ്റലേഷനിലേക്ക്, അതായത് ഗോ പാത്തിൽ പാക്കേജ് ഫോൾഡറിലേക്ക് ആഡ് ആകും. ഗോ മൊഡ്യൂൾ ഓഫ് ആണെങ്കിൽ തേർഡ് പാർട്ടി പാക്കേജുകൾ ലോക്കൽ ഇൻസ്റ്റലേഷൻ, അതായത് സോഴ്സ് ഫോൾഡറിലുള്ള നമ്മളുടെ ആപ്ലിക്കേഷൻ റിസർച്ച് ചെയ്യുന്ന ഫോൾഡറിലേക്ക് ആഡ് ആകും. ഗോ ആർക്ക് കറണ്ട് ആർക്കിടെക്ചറാണ് ഷോ ചെയ്യുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. ഗോബിൻ വേരിയബിൾ ആണ് ഇൻസ്റ്റാൾ കമാൻഡ് യൂസ് ചെയ്ത് കമ്പൈൽ ചെയ്ത എക്സിക്യൂട്ടബിൾ എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ഒരു ഡിഫാൾട്ട് ഇൻസ്റ്റലേഷനിൽ ഗോബിൻ യൂസേഴ്സ് ഫോൾഡറിലെ കറണ്ട് യൂസേഴ്സ് ഫോൾഡറിലെ ഗോ ഫോൾഡറിലെ ബിൻ ഫോൾഡർ ആയിരിക്കും. ഈ ബിൻ ഫോൾഡർ ആയിരിക്കും സാധാരണ ഡിഫോൾട്ട് സെറ്റിങ്സ്. ഇത് വേണമെങ്കിൽ ഗോബിൻ വേരിയബിൾ റീഅസൈൻ ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്ന, ഈ ഗോബിൻ വേരിയബിൾ മാനുവലി സെറ്റ് ചെയ്ത് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ മെഷീനിൽ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഗോ എൻവയറോൺമെൻറ്റ് വേരിയബിൾ സെറ്റിങ്സ് ഫയലാണ്. ഗോ ക്യാഷെ ബിൽഡ് കമാൻഡ് യൂസ് ചെയ്യുമ്പോൾ പാക്കേജുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാഷെ ഫയൽസ് സ്റ്റോർ ചെയ്യുന്നത് ഗോ ക്യാഷയിലാണ്. അടുത്ത ഒരു മെയിൻ എൻവയറോൺമെൻറ്റ് വേരിയബിളാണ് ഗോ പാത്ത്. ഇത് നമ്മുടെ വർക്ക് ഫോൾഡർ ലൊക്കേഷൻ ഗോ കമ്പൈലറിൽ സെറ്റ് ചെയ്യാനുള്ള എൻവയറോൺമെൻ്റ് ആണ്. ഗോവിൻ്റെ പോലെ തന്നെ ഗോ പാത്ത് ഡിഫോൾട്ട് ലൊക്കേഷൻ കറണ്ട് യൂസർ ഫോൾഡർ ആയിരിക്കും. ഇത് നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ ആക്കുവാൻ വേരിയബിൾ മോഡിഫൈ ചെയ്യുക. ഇനിയുള്ള വേരിയബിൾസ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനിടയിൽ ആവശ്യമായി വരുന്ന ഫ്ലാഗ് സെറ്റിങ്ങുകളാണ്. അത് നമുക്ക് ഓരോ ആപ്ലിക്കേഷനും ചെയ്യുമ്പോഴത്തേക്കും റിവ്യൂ ചെയ്യാം. ഇനി നമ്മുടെ സ്റ്റാർട്ടപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിലേക്ക് പോവാം. അതിനായി നമ്മുടെ വർക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഗോയുടെ ആപ്പ് ഡെവലപ്മെൻറ്റിൽ വർക്ക് ഫോൾഡറിന് ഒരു സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ട്. വർക്ക് ഫോൾഡർ ലൊക്കേഷൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ 3 ഫോൾഡർ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക: ബിൻ ഫോൾഡർ, PKG പാക്കേജ് ഫോൾഡർ, സോഴ്സ് ഫോൾഡർ, SRC ഫോൾഡർ. നമ്മുടെ വർക്ക് ഫോൾഡർ ഗോ പാത്തിൽ സെറ്റ് ചെയ്യുക. അതിനായി നമ്മുടെ കറണ്ട് വർക്ക് ഫോൾഡർ പാത്ത് കോപ്പി ചെയ്ത് സിസ്റ്റം വേരിയബിളിലെ ഗോ പാത്ത് മോഡിഫൈ ചെയ്യുക. കോപ്പി ചെയ്യുക, ഗോ പാത്ത് വേരിയബിൾ ഉണ്ട്, സെറ്റ് ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ സോഴ്സ് കോഡ് ഈ SRC ഫോൾഡറിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനും ഒരു സ്പെസിഫിക് കോഡ് ഓർഗനൈസേഷൻ റൂള് ഗോ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ നമ്മുടെ വർക്ക് ഫോൾഡർ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് VS കോഡാണ്. VS കോഡ് ആദ്യമായാണ് ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കുന്നതെങ്കിൽ എക്സ്റ്റൻഷൻ മാർക്കറ്റ് പ്ലേസിൽ നിന്നും ഗോയുടെ എക്സ്റ്റൻഷൻ കൂടി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ എക്സ്റ്റൻഷൻ ഇൻ്റലിജൻസ് ഇംപ്രൂവ് ചെയ്യും, ലാംഗ്വേജ്
കോഡ് നാവിഗേഷൻ, കോഡ് എഡിറ്റിംഗ് ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യും. ഒന്നുകൂടി നമുക്ക് ഗോയുടെ പാക്കേജ് സിസ്റ്റം നോക്കാം. ഗോയിലെ ഏതൊരു സോഴ്സ് കോഡ് ഫയലും ഒരു പാക്കേജാണ്. അങ്ങനെയുള്ള പല പാക്കേജുകൾ ചേർന്നതാണ് ഒരു മൊഡ്യൂൾ. പല മൊഡ്യൂളുകൾ ചേർന്നതാണ് ആപ്ലിക്കേഷൻ. ഗോയിൽ ഒരു ആപ്ലിക്കേഷൻ മൊഡ്യൂൾ ഡിഫൈൻ ചെയ്യുന്നത് go.mod എന്ന ഫയലാണ്. go.mod init കമാൻഡ് യൂസ് ചെയ്താണ് ഗോ ആപ്ലിക്കേഷൻ മൊഡ്യൂൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഗോയുടെ പാക്കേജുകൾക്ക് ജാവാസ്ക്രിപ്റ്റിലേതുപോലെ ഒരു സെൻട്രൽ റെപ്പോസിറ്ററി ഇല്ല. ഗോ വെബ്സൈറ്റിലെ പാക്കേജ് സെക്ഷനിൽ പോയാൽ ഗോ സ്റ്റാൻഡേർഡ് ലൈബ്രറി കാണാം. ഇത് സ്റ്റാൻഡേർഡ് ഇൻസ്റ്റലേഷനിൽ നമ്മുടെ സിസ്റ്റത്തിൽ ആഡ് ആകും. ഇതുകൂടാതെ ഒട്ടേറെ തേർഡ് പാർട്ടി ലൈബ്രറികളുണ്ട് അതർ പാക്കേജസിൽ. അത് ഗോലാങ് റെപ്പോസിറ്ററിയിലാണുള്ളത്. ഓരോ പാക്കേജും ഗോലാങ്ങിൻ്റെ റെപ്പോസിറ്ററികളാണ്. ഗോ ഗെറ്റ് പാക്കേജ് മാനേജർ കമാൻഡ് യൂസ് ചെയ്താണ് ഈ പാക്കേജുകൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. npm പാക്കേജ് മാനേജർ പോലെ. ഗോലാങ് കൂടാതെ ഗിറ്റ് റിപ്പോസിറ്ററി, ഗിറ്റ് റെപ്പോസിറ്ററി ഹോസ്റ്റിംഗ് സർവീസുകളായ ഗിറ്റ് ഹബ്, ബിറ്റ് ബക്കറ്റ് എന്നിവയിലും ഗോ പാക്കേജസ് ഹോസ്റ്റ് ചെയ്യാനാവും. ഇതിൽ നിന്നും പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാനായി ഗോ ഗെറ്റ് റെപ്പോസിറ്ററി ഡൊമൈൻ യൂസർ അക്കൗണ്ട് പാക്കേജ് എന്നൊരു ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഗോ ഗെറ്റ് ഡൊമൈൻ നെയിം, യൂസർ നെയിം, പാക്കേജ് നെയിം. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഏതൊരു ആപ്പും ഒരു പാക്കേജാണ്. ഇതിൽ ഗിറ്റ് പോലുള്ള വേർഷൻ കൺട്രോൾ ഇനിഷ്യലൈസ് ചെയ്ത് ഏതെങ്കിലും ഒരു റെപ്പോസിറ്ററി ഹോസ്റ്റിംഗ് സർവീസിലേക്ക് ആഡ് ചെയ്യാം. ഈ ഒരു വർക്ക് ഫ്ലോ കീപ്പ് ചെയ്യാനായി ഗോയിൽ നമ്മുടെ പാക്കേജ് ഫോൾഡർ, റെപ്പോസിറ്ററി ഡൊമൈൻ, യൂസർ നെയിം, പാക്കേജ്, ഇതോരോ പാക്കേജുകളാണ് എന്ന ഫോൾഡർ ഫോർമാറ്റിലാണ് ഫോൾഡറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ സോഴ്സ് ഫോൾഡർ src ഫോൾഡർ empty ആയിരിക്കും. ആ empty ആയ ഫോൾഡറിൽ ഒരു ഗിറ്റ് ഹബ്, നിങ്ങളുടെ അക്കൗണ്ട് ഗിറ്റ് ഹബിലാണ് ഉള്ളതെങ്കിൽ ഗിറ്റ് ഹബ് ക്രിയേറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ബിറ്റ് ബക്കറ്റിലാണ് നിങ്ങളുടെ റെപ്പോസിറ്ററി ഉള്ളതെങ്കിൽ bitbucket.com ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ യൂസർ നെയിം എന്താണോ ആ ഒരു യൂസർ നെയിമിലുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ആ ഫോൾഡറിലാണ് പിന്നീട് നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഫോൾഡറിലാണ്. ഒരു സ്റ്റാർട്ടപ്പ് ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ യൂസർ ഫോൾഡറിൽ ഹലോ വേൾഡ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് VS കോഡ് ടെർമിനൽ ഈ ഫോൾഡറിൽ ഓപ്പൺ ചെയ്യുക. VS കോഡിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ടെർമിനലാണ്. ഇതിൽ പവർ ഷെല്ല് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കമാൻഡ് ചൂസ് ചെയ്യാം. ഇനി ഇതിൽ ഗോ മോഡ് ഇനിറ്റ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ കാണിക്കും ഗോ മോഡ് ഇനിറ്റ് മൊഡ്യൂൾസ് ഡിസേബിൾ ബൈ ഗോ മൊഡ്യൂൾ. ഇതൊരു മൊഡ്യൂളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഗോ മൊഡ്യൂൾ ഓൺ ചെയ്യണം. ഗോ മൊഡ്യൂൾ ഫീച്ചർ ഓൺ ചെയ്യാം. അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി env റൺ ചെയ്താൽ നമ്മുടെ ഗോ മൊഡ്യൂൾ ഇപ്പോൾ ഓൺ ആയിരിക്കുന്നത് കാണാം. ഇത് ഓൺ ആണെങ്കിൽ ഡിസ്പ്ലേ ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ഒരു ക്രിയേറ്റിംഗ് ന്യൂ ഗോ മോഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിപ്പോസിറ്ററി നെയിം, ഡൊമൈൻ നെയിം, യൂസർ നെയിം ഹലോ വേൾഡിൽ ക്രിയേറ്റ് ആകും. ഗോ മോഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജ് ഒരു ഗോ മോഡ് ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ആപ്ലിക്കേഷൻ സെറ്റിംഗ് ഫയലാണ്. അതിൽ മൊഡ്യൂൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഗോയുടെ വെർഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോൾഡറിലൊരു helloworld.go എന്ന് പറയുന്ന ഗോ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്യാം. hello
world.go. ഇതിലേക്ക് നമുക്ക് പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം. ഇതിൽ പാക്കേജ് കീവേഡ് യൂസ് ചെയ്ത് ഇതിനെ മെയിൻ പാക്കേജായിട്ട് ഡിക്ലെയർ ചെയ്യാം. അതിനുശേഷം നമുക്ക് FMT എന്ന് പറയുന്ന ഒരു നമ്മുടെ സ്റ്റാൻഡേർഡ് ലൈബ്രറി നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. FMT എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കൺസോൾ IO ഫങ്ഷൻസ് നമ്മുടെ ആപ്ലിക്കേഷന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് FMT പാക്കേജിൻ്റെ ഉദ്ദേശം. നമുക്ക് ഫങ്ക് കീവേഡ് യൂസ് ചെയ്ത് ഒരു മെയിൻ ആപ്ലിക്കേഷൻ എൻട്രി ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം FMT ഡോട്ട് കൺട്രോൾ സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് FMT പാക്കേജിലുള്ള ഫങ്ഷനുകൾ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് കൺസോളിലേക്ക് റൈറ്റ് ആൻഡ് റീഡ്, കൺസോളിലേക്ക് റൈറ്റ് ചെയ്യുക, കൺസോളിൽ നിന്ന് റൈറ്റ് ചെയ്യുക മീൻസ് ഡിസ്പ്ലേ ചെയ്യിക്കുക, കൺസോളിൽ നിന്ന് റീഡ് ചെയ്യുക. ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൺസോളിൽ ഇൻപുട്ട് ചെയ്യുന്ന കാര്യങ്ങൾ റീഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ലൈബ്രറിയാണ്. C# കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ ഉള്ളതുപോലെ, നോഡിൽ കൺസോൾ ഡോട്ട് റൈറ്റ് ഉള്ളതുപോലെ, ജാവയിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഉള്ളതുപോലെ ഉള്ള കമാൻഡ്സാണ് ഇത്. പ്രിൻ്റ് ലൈൻ എന്ന് പറയുന്ന കമാൻഡ് ഫങ്ഷൻ കോൾ ചെയ്യാം. അതിലേക്ക് ഒരു സ്ട്രിങ് പാസ് ചെയ്യാം. ഹലോ വേൾഡ് എന്ന ടെക്സ്റ്റ് പാസ് ചെയ്യാം. സെമി കോളൻസ് ഗോയിൽ ആവശ്യമില്ല, മാൻഡേറ്ററി അല്ല. സെമി കോളൻസ് പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കമ്പൈലർ തന്നെ ഇൻസേർട്ട് ചെയ്യും. ഗോ ഡെവലപ്മെൻറ്റ് എൻവയറോൺമെൻറ്റ് മാനേജർ തന്നെ ഇൻസേർട്ട് ചെയ്യും. അതിനുശേഷം ഗോ ഇൻസ്റ്റാൾ കമാൻഡ് റൺ ചെയ്യാം. ഗോ ഇൻസ്റ്റാൾ കമാൻഡ് ഒന്നെങ്കിൽ ഫുള്ളി ക്വാളിഫൈഡ് നെയിം, ഫയൽ നെയിം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഗോ ഇൻസ്റ്റാൾ മാത്രം റൺ ചെയ്താൽ മതിയാവും. നമ്മുടെ ബിൻ ഫോൾഡർ സെറ്റ് ചെയ്യാനായിട്ട്, അതിനു മുന്നേ നമ്മുടെ ബിൻ ഫോൾഡർ സെറ്റ് ചെയ്യാനായിട്ട് go-env-w ഗോബിൻ എന്ന് പറയുന്ന കീവേഡ്, അതിൻ്റെ വാല്യൂ നമ്മൾ ഏത് ഫോൾഡറിലാണോ നമ്മുടെ ഇൻസ്റ്റലേഷൻ ഉള്ളത് അതിൻ്റെ ബിൻ ഫോൾഡർ സെലക്ട് ചെയ്ത് റൺ ചെയ്യുക. എൻ്റെ സിസ്റ്റത്തിൽ ഓൾറെഡി ഞാനത് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാരണം ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബിൻ ഫോൾഡറിലേക്ക് ആ ആപ്ലിക്കേഷൻ സ്റ്റോർ ആകത്തുള്ളൂ. ഈ ബിൻ ഫോൾഡർ, നമ്മുടെ വർക്ക് ഫോൾഡറിലുള്ള ബിൻ ഫോൾഡറിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റോർ ആകത്തുള്ളൂ. ഗോ ഇൻസ്റ്റാൾ കമാൻഡ്, ഇൻസ്റ്റാൾ സ്പേസ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സെയിം ഡയറക്ടറിയിലായതുകൊണ്ട് അത് റണ്ണാകും. നമ്മുടെ ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. ഈ ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ കൺസോൾ ആപ്ലിക്കേഷൻ കോൾ ചെയ്യാനായിട്ട് ഹലോ വേൾഡ് എന്ന് കോൾ ചെയ്താൽ മതി. ഹലോ ടെക്സ്റ്റ് ബിന്നിലുള്ള ഈ ഹലോ വേൾഡ് exe ആണ് ഇവിടെ റണ്ണായിരിക്കും. അത് ഡയറക്റ്റ് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഇത് ആപ്ലിക്കേഷൻ റൺ ചെയ്യാൻ, ബിന്നിൽ നിന്നുള്ള റൺ ചെയ്യാനുള്ള കാര്യം ഇവിടെ ഞാനൊരു സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പാത്തിൽ നമ്മുടെ കറണ്ട് പാത്തുകൂടി ബിൻ പാത്തുകൂടി ആഡ് ചെയ്തിട്ടുണ്ട് പാത്തിലേക്ക്. അതുകൊണ്ടാണ് ഹലോ ടൈപ്പ് ചെയ്തപ്പോഴത്തേക്കും അത് റണ്ണായത്. ഇതിലിനി ഗോ ബിൽഡ് കമാൻഡ് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കമ്പൈൽ ചെയ്ത് സെയിം ഫോൾഡറിൽ തന്നെ ബൈനറി കീപ്പ് ചെയ്യുന്നതാണ്. എക്സിക്യൂട്ടബിൾ exe ഫയൽ കീപ്പ് ചെയ്യുന്നതാണ്. ഇതിനൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉള്ളതാണ്, മെയിൻ എൻട്രി പോയിന്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇത് ചെയ്യുന്നത്. അതേസമയം ഗോ ഇൻസ്റ്റാൾ ആണെങ്കിൽ ബിൻ ഫോൾഡറിലേക്കാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. exe ഫയൽ ആഡ് ചെയ്യുന്നത് ബിൻ ഫോൾഡറിലേക്കായിരിക്കും. ഒരു ഗിറ്റ് റെപ്പോസിറ്ററി ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗിറ്റിൻ്റെ കമാൻഡ് യൂസ് ചെയ്യുക. നമ്മുടെ ഫോൾഡറിൽ ഹലോ വേൾഡ് ആപ്ലിക്കേഷനിൽ നമ്മൾ ടെർമിനൽ ഇപ്പോൾ ഹലോ വേൾഡിലാണ് ഉള്ളത്. അതിൽ ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്തതിൻ്റെ അകത്ത് ഓൾറെഡി ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഗിറ്റ് ആഡ് ഓൾ
ഇതിൽ നിന്ന് 2 ഫയലും ഗിറ്റിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്ത സ്റ്റേജിലാണ്. നമുക്ക് ഗിറ്റ് കമ്മിറ്റ് ചെയ്യാം. ഇനിഷ്യൽ കമ്മിറ്റ് യൂസ് ചെയ്ത് കമൻറ്റ് യൂസ് ചെയ്ത് ഗിറ്റിനെ ആഡ് ചെയ്തു. ഗിറ്റിലേക്ക് ആഡ് ചെയ്തു ഈ ആപ്ലിക്കേഷൻ. നമ്മളൊരു റിമോട്ട് റെപ്പോസിറ്ററി നമുക്കുണ്ടെങ്കിൽ ഗിറ്റ് ഹബിൽ ന്യൂ റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് ഹലോ വേൾഡ് അവൈലബിൾ ആണ്. പബ്ലിക് റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുക. ശേഷം ഗിറ്റ് റിമോട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾഡറിൽ ഇനിഷ്യലൈസ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞു. ഗിറ്റ് പുഷ് കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗിറ്റ് ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഗോ മോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ 2 ആപ്ലിക്കേഷൻ ഹലോ വേൾഡ് പാക്കേജ് കാണാൻ സാധിക്കും. വലിയ ആപ്ലിക്കേഷൻ ആണെങ്കിലും ചെറിയ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ഗിറ്റ് ഇനിഷ്യലൈസ് ചെയ്യുന്നതും ഗിറ്റ് വെർഷൻ കൺട്രോളർ ഇനിഷ്യലൈസ് ചെയ്യുന്നതും ഗിറ്റിൽ നിന്ന് ഗിറ്റ് ഹബിലേക്ക് റിമോട്ട് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്യുന്നതും. നമുക്കൊരു ലോക്കൽ പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾഡറിൽ ഒരു ലോക്കൽ പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ആദ്യമേ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾഡറിൽ മോർ സ്ട്രിങ്സ് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അതിലൊരു ഗോ സോഴ്സ് കോഡ് ക്രിയേറ്റ് ചെയ്ത് ഗോ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. സെയിം പേര് തന്നെ ആയിരിക്കണം, മോർ സ്ട്രിങ്സ് ഡോട്ട് ഗോ. ഇത് നമ്മുടെ പാക്കേജാണ്. മോർ സ്ട്രിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ പാക്കേജാണ്. ഗോ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ നമ്മുടെ പാക്കേജ് നെയിം ഡിഫൈൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫങ്ഷൻ റിവേഴ്സ് റൂൺസ് എന്ന് പറയുന്ന ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. റിവേഴ്സ് റൂൺസ് ഒരു സ്ട്രിങ്ങിനെ പാരാമീറ്ററായി എടുക്കുകയും എസ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങിനെ പാരാമീറ്ററായി എടുക്കുകയും സ്ട്രിങ്ങിനെ റിട്ടേൺ ചെയ്യും. അതിനെ മോഡിഫൈ ചെയ്ത് അതിൻ്റെ ഫംഗ്ഷൻ്റെ അകത്ത് മോഡിഫൈ ചെയ്ത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഒരു സ്ട്രിങ് ആണ്. ഇത് റിട്ടേൺ ടൈപ്പാണ്. സാധാരണ സി അല്ലെങ്കിൽ C++ പോലുള്ള ലാംഗ്വേജുകളിൽ ആപ്ലിക്കേഷൻ ഫംഗ്ഷൻ നെയിമിന് മുന്നേ ആണ് റിട്ടേൺ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നത്. ഗോയിൽ പാരാമീറ്റർ കോളിന് ശേഷമാണ് മെത്തേഡ്സ് ടൈപ്പ് മെൻഷൻ ചെയ്യുന്നത്. അതിനുശേഷം ഓപ്പൺ ബ്രാക്കറ്റ്, അതിൽ R എന്ന് പറയുന്ന ഒരു വേരിയബിള്, റൂൺ എന്ന് പറയുന്നത് ഒരു ഏലിയാസ് ആണ്. ഇൻറ്റിജർ 32 ടൈപ്പിലുള്ള ഡാറ്റയ്ക്കുള്ള ഏലിയാസ് ആണ് റൂൺ. റൂണിൻ്റെ അകത്തേക്ക് റൂൺ കൺവെർട്ടർ ടൈപ്പ് കൺവേർഷനിലേക്ക് സ്ട്രിങ്ങിനെ പാസ് ചെയ്ത് ഒരു സ്ലൈസ് ക്രിയേറ്റ് ചെയ്യാണ്. സ്ലൈസ് എന്ന് പറയുന്നത് ഡൈനാമിക് സൈസുള്ള ഒരു അറേയാണ് സ്ലൈസ് എന്ന് പറയുന്നത്. ഗോയിൽ ഡൈനാമിക് ആയിട്ടുള്ള സൈസുള്ള അറേകൾക്ക് സ്ലൈസ് എന്നാണ് പറയുന്നത്. അറേ R എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ്. ഇതിൻ്റെ ടൈപ്പ് റൂൺ ടൈപ്പിലുള്ള ഡാറ്റയാണ്. അതായത് ഇൻറ്റിജർ 32 ടൈപ്പിലുള്ള ഡാറ്റയാണ്. ഇതൊരു ഷോർട്ട് ഹാൻഡ് മെത്തേഡാണ്. വേരിയബിൾ ഡിഫൈൻ ചെയ്ത് അസൈൻ ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ട് ഹാൻഡ് മെത്തേഡാണിത്. അതിലൊരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ഫോർ ലൂപ്പിൽ റൂൺസിൻ്റെ ലെങ്ത്തിൻ്റെ അത്രയും ഇപ്പോൾ ഒരു വരുന്ന സ്ട്രിങ് ആ സ്ട്രിങ്ങിനെ റൂൺസിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത്ത്, ഒരു സ്ട്രിങ്ങിന് ലെങ്ത്ത് ഉണ്ടാവും. 5 ക്യാരക്ടർ ഉള്ള അല്ലെങ്കിൽ 10 ക്യാരക്ടർ ഉള്ള സ്ട്രിങ് ആയിരിക്കും അത്. അതിൻ്റെ ലെങ്ത്തിൻ്റെ അത്രയും ലൂപ്പ് ചെയ്ത് ആദ്യത്തെ റൂൺ ഇൻഡെക്സിലും അറയുടെ ആദ്യത്തെ ഇൻഡെക്സിലുള്ള ഐറ്റവും അറയുടെ അവസാനത്തെ ഇൻഡെക്സിലുള്ള ഐറ്റവും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. ഓരോ ലൂപ്പിലും ഓരോ കൗണ്ടിലും ആദ്യത്തെ ഇൻഡെക്സിലുള്ള ഐറ്റവും അവസാനത്തെ ഇൻഡെക്സിലുള്ള ഐറ്റവും തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. അടുത്തത് രണ്ടാമത്തെ ഇൻഡെക്സും സെക്കൻഡ് ലാസ്റ്റ് ഇൻഡെക്സിലുള്ള ഐറ്റംസ് തമ്മിൽ സ്വാപ്പ് ചെയ്യുന്നു. അങ്ങനെ 10 സ്ട്രിങ്ങാണോ 10 ക്യാരക്ടറുള്ള ഒരു സ്ട്രിങ്ങാണ് പാസ് ചെയ്യുന്നതെങ്കിൽ 5 ടൈം, അതാണ് ലെങ്ത്ത് ലെങ്ത്ത് ഓഫ് R എന്ന് പറയുന്നത് റിട്ടേൺ ചെയ്യുന്നത് 5 ആയിരിക്കും. 10 ക്യാരക്ടറുള്ള സ്ട്രിങ്ങാണ് പാസ് ചെയ്യുന്നതെങ്കിൽ
അതിനെ റൂൺസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 10 ഇൻഡെക്സ് ഉള്ള ഒരു അറയാണ് കിട്ടുന്നത്. അപ്പോൾ 10 ഇൻഡെക്സ് ഉള്ള അറയുടെ ലെങ്ത്ത് 10 ആയിരിക്കും. 10നെ ഡിവൈഡ് ബൈ 2 2. കാരണം നമ്മൾ ഓരോന്ന് സ്വാപ്പ് ചെയ്യുമ്പോഴത്തേക്കും 5 തവണ അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. 10 പ്രാവശ്യം എടുത്ത് വേറൊരു ടെമ്പററി വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് പിന്നെ അത് റീസ്റ്റോർ ചെയ്യുകയല്ല ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ. അതിനെ റിട്ടേൺ എല്ലാം ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയതിനു ശേഷം കിട്ടുന്ന വാല്യൂ റൂണിനെ ആ സ്ലൈസിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ റിട്ടേൺ ചെയ്യുന്നു. അതാണ് ഇവിടെ സ്ട്രിങ് ടൈപ്പ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്ന ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ഒരു സ്ട്രിങ്ങിനെ റിവേഴ്സ് ചെയ്ത് റിട്ടേൺ ചെയ്യുകയാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഈ ഫംഗ്ഷൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം, സേവ് ചെയ്യാം. ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു എറർ വന്നിരിക്കുകയാണ്. എക്സ്പോർട്ടഡ് ഫംഗ്ഷൻ റിവേഴ്സ് റൂൺസ് ഷുഡ് ഹാവ് നോ കമൻറ്റ്സ് ഓർ ബി അൺഎക്സ്പോർട്ടഡ്. ഏതൊരു പാക്കേജിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷന് ഈ ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആകുമ്പോഴത്തേക്കും അത് ആ ഫംഗ്ഷൻ ഈ പാക്കേജിൽ നിന്നും വേറൊരു പാക്കേജിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്നുള്ളതാണ് ഗോയുടെ സിൻടാക്സ്. ഈ സിൻടാക്സ് പ്രകാരം അങ്ങനെയാണ്. ഗോയിൽ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു വേരിയബിൾ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് തന്നെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലും അതിനൊരു കമൻറ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ കമൻറ്റ് എന്താണോ നമ്മുടെ ഫംഗ്ഷൻ ചെയ്യുന്നത് അത് ഒന്ന് സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ ആ പേരിൽ തന്നെ ആയിരിക്കണം, ആ എക്സ്പോർട്ട് ചെയ്യുന്ന ഫംഗ്ഷൻ്റെ നെയിമിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കമൻറ്റും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സേവ് ചെയ്യുക. ഓക്കെ, ഗോ ബിൽഡ് റൺ ചെയ്യാം. നമുക്ക് ഇൻസ്റ്റാളബിൾ ഇല്ല, അതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ഹലോ വേൾഡിലുള്ളത്. ഓക്കെ, ഗോ ബിൽഡ് റൺ ആയിരിക്കുകയാണ്. ഇതിൽ ഇൻസ്റ്റാളബിൾ ഒന്നും ക്രിയേറ്റ് ആയിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം. ഇത് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു സിംഗിൾ ഇമ്പോർട്ട് ആയിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് സ്ട്രിങ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ട് ചെയ്യാം. പക്ഷേ ഇത് ഒരു സിംഗിൾ ഇമ്പോർട്ട് അല്ലാത്തതുകൊണ്ട് നമുക്കതിനെ ഒരു ബ്രാക്കറ്റിൽ റാപ്പ് ചെയ്യാം. അടുത്തത് നമ്മുടെ ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സേവ് ചെയ്തപ്പോഴത്തേക്കും ഞാനത് ടൈപ്പ് ചെയ്തു, പക്ഷേ അത് സേവ് ചെയ്തപ്പോഴത്തേക്കും ഡിലീറ്റ് ആയിപ്പോയി. ഇത് ഡിലീറ്റ് ആയി പോകാനായിട്ടുള്ള കാരണം നമ്മൾ യൂസ് ചെയ്യാത്ത നമ്മുടെ ഗോ കോഡുകളിൽ യൂസ് ചെയ്യാത്ത ഒരു ഇമ്പോർട്ടും ഗോ സോഴ്സ് കോഡിലും ഉണ്ടാകത്തില്ല. അത് ഡിലീറ്റ് ആയി പോകും. Ctrl+Z അടിക്കുക. അതിനുശേഷം പ്രിൻറ്റ് ലൈനിൽ മോർ സ്ട്രിങ്സ് കോൾ ചെയ്ത് കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ അകത്ത്. റിവേഴ്സ് റൂൺസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമുക്ക് യൂസ് ചെയ്യാവുന്നത്. അത് സെലക്ട് ചെയ്യുക. റിവേഴ്സ് റൂണിൽ നമുക്കൊരു സ്ട്രിങ് പാസ് ചെയ്യാം. ഹലോ വേൾഡ് എന്ന് പറയുന്ന സ്ട്രിങ് പാസ് ചെയ്യാം. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീഫോർമാറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ് ലൈബ്രറി എപ്പോഴും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ലൈബ്രറിയും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാകും ഒരു ഇമ്പോർട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ. ഇനി ഗോ ഇൻസ്റ്റാൾ കമാൻഡ് റൺ ചെയ്യാം. ബിൽഡ് ആയിരിക്കുകയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഹലോ വേൾഡ് എന്ന് റൺ ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ കോൾ ചെയ്യാം. ഗോ ഇൻസ്റ്റാൾ. നേരത്തെ നമ്മൾ മോർ സ്ട്രിങ് ഫോൾഡറിൽ തന്നെ ആയിരുന്നു, അത് കാരണമാണ് അത് റൺ ആവുന്നത്. ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഹലോ വേൾഡ് നമ്മൾ എന്താണോ പാസ് ചെയ്തിരുന്ന ടെക്സ്റ്റ്, ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ്, അത് നേരെ റിവേഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു തേർഡ് പാർട്ടി ഇല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പാക്കേജ്, എക്സ്റ്റേണൽ പാക്കേജ് എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കി
അടുത്തൊരു എക്സ്റ്റേണൽ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കമ്പയർ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗിറ്റബിൽ ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പയർ പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് ഒന്ന് ചെക്ക് ചെയ്യാം. ഗിറ്റബിൽ ഇതാണ് ആ പാക്കേജ്. യൂസർ നെയിം ഗിറ്റബ്, യൂസർ നെയിം, പാക്കേജ് നെയിം. ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോ ഗെറ്റ് ഗിറ്റബ് എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോപ്പി ചെയ്യുക, ഇത് നമ്മുടെ ഇമ്പോർട്ടിൽ പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. സേവ് ആവില്ല, കാരണം നമ്മളെങ്ങും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ മെയിൻ ഫംഗ്ഷനെ ഒന്ന് മോഡിഫൈ ചെയ്യാം. കമ്പയർ മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് ലൈനിൽ ഈ കമ്പയർ മെത്തേഡ്, ഇതിൽ നിന്ന് കിട്ടുന്ന കമ്പയർ മെത്തേഡിൽ കമ്പയർ പാക്കേജിൽ CMP പാക്കേജിൽ ഈ പ്രിൻ്റ് ലൈനിൽ CMP പാക്കേജിൽ ഡിഫ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് 2 സ്ട്രിങ് തമ്മിൽ കമ്പയർ ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇനി സേവ് ചെയ്യാം. ഇത് ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു go.sum എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഫയലുകളിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോൾഡർ ക്രിയേറ്റ് ആയത് കാണാം. അതിൽ ചെക്ക് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള സെറ്റിങ്സ് അതിൻ്റെ അകത്ത് വന്നതായിട്ട് കാണാം. ഗൂഗിൾ ഗോ CMP എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് വന്നതായിട്ട് കാണാം. ഗോ മോഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ ഇപ്പോൾ തേർഡ് പാർട്ടി പാക്കേജ് ആഡ് ചെയ്തത് ആ പാക്കേജ് റിക്കവർ ചെയ്യുന്നതായിട്ട് കാണാം. ഇത് പാക്കേജ് ഡോട്ട് സെറ്റിങ്സിൽ Node.jsൻ്റെ അകത്ത് പാക്കേജ് ഡോട്ട് സെറ്റിങ്സിലുള്ള JSON ഫയലിലുള്ള സെറ്റിങ്സ് പോലെയാണ്, സ്ട്രിങ് പോലെയാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ബിൽഡ് ചെയ്യാം. ഗോ ഇൻസ്റ്റാൾ കമാൻഡ് യൂസ് ചെയ്യാം. ഹലോ വേൾഡ് ആപ്ലിക്കേഷൻ റൺ ചെയ്യാം. രണ്ട് സ്ട്രിങ് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഗിറ്റ്ഹബിൽ നിന്നോ ഇല്ലെങ്കിൽ ബിറ്റ് ബക്കറ്റിൽ നിന്നുള്ള തേർഡ് പാർട്ടി പാക്കേജുകൾ നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇത് ഗോലാങ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഇനി വരുന്ന വീഡിയോകൾ എങ്ങനെ വെയിൽസ് ഉപയോഗിച്ച് GUI ആപ്ലിക്കേഷൻസ്, ജിൻ ഉപയോഗിച്ച് വെബ് ആപ്ലിക്കേഷൻസ് എന്നിവ നിർമ്മിക്കാം എന്ന് നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നയുടെ ലേറ്റസ്റ്റ് വീഡിയോകൾ അപ്പോൾ ലഭ്യമാകാൻ സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.